നമഃശിവായ. ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മഹാഭദ്രകാളി സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 7 ഭാഗങ്ങളിലായി വരുന്ന നാമങ്ങളാണ് നാം ഇതുവരെ ഇവിടെ പറഞ്ഞത്. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് 8, 9, 10 എന്ന ഭാഗങ്ങളിൽ വരുന്ന ഭഗവതിയുടെ നാമങ്ങളെക്കുറിച്ചിട്ടാണ്. നീല, ഘന, ബലാക. നീല നിറമുള്ളവളും വളരെ ഭാരമുള്ളവളും. നീലാഘന എന്നാൽ എപ്രകാരം മേഘസമൂഹം കൂട്ടമായിരിക്കുന്നു അപ്രകാരം ഇരിക്കുന്ന ശരീരത്തോടു കൂടിയതുമായ ദേവി. എല്ലാവർക്കും പ്രിയയായി ബലാക എന്ന ഹംസ പക്ഷിക്ക് തുല്യമായിരിക്കുന്നു. കാരണം ഈ പക്ഷി മനോഹരിയെങ്കിലും അതീവ ശക്തിയുള്ള ഒരു ഹംസമാകുന്നു. മാത്ര, മുദ്രപിത, അസിത. മാത്രയായിരിക്കുന്നതും അഥവാ ഒരു ഹ്രസ്വാക്ഷരം ഉച്ചരിക്കുന്നതിനെടുക്കുന്ന സമയമാണ് മാത്ര. ക്ഷണമാത്ര ശബ്ദം എന്നത് പ്രണവമന്ത്ര ശബ്ദത്തിൻ്റെ ഒരംശം മാത്രമാണ്. അഖില ചരാചരങ്ങൾക്കും ശബ്ദമായിരിക്കുന്നവൾ മാത്ര. ഇടതുകൈ സംഹാരവും വലതുകൈ സൃഷ്ടിയുമാകുന്നു. രണ്ടിൻ്റെയും സംയോജനം കൊണ്ട് ദേവി സ്ഥിതിയെ ചെയ്യുന്നു. മനോഹരമായ കരണങ്ങൾ കൊണ്ട് മുദ്രാപീഠത്തിൽ വരാഭയം തുടങ്ങിയ പലവിധ മുദ്രകളെ പാലിച്ചുകൊണ്ട് യമുനാ നദിയുടെ കാളിമയാർന്ന അസിത ലോകത്തെ പരിപാലനം ചെയ്യുന്നു. ഭ്രാമി, നാരായണി. അക്ഷരാത്മികയായി ബ്രഹ്മാവിൻ്റെ ശക്തിയായിരിക്കുന്നവൾ. സപ്തമാതൃക്കളിൽ ഭ്രാമി പത്മനാഭ സഹോദരിയായിരിക്കുമ്പോൾ ദുർഗനാരായണിയാകുന്നു. ശേഷശായിയുടെ പത്നിയായ ലക്ഷ്മിയായിരിക്കുമ്പോഴും ദേവി നാരായണീ ഭാവത്തിൽ വിഷ്ണു ശക്തിയാകുന്നു. ഹിമാചൽ പ്രദേശിലെ ചമ്പയ്ക്കടുത്തുള്ള ബാർമോറിലെ ബ്രാഹ്മണി ക്ഷേത്രം സുപ്രസിദ്ധമാണ്. ഭദ്ര, സുഭദ്ര, ഭക്തവത്സല. കുബേരപത്നിയായിരിക്കുന്നവളും സർവഭാഗ്യങ്ങൾക്കും കാരണഭൂതയായിരിക്കുന്നവളും മംഗളത്തെ നൽകുന്നവളുമായ മഹാകാളിയെ ഭദ്ര എന്ന് വിളിക്കുന്നു. ദേവി തന്നെ ശ്രീകൃഷ്ണ സഹോദരിയായി ശ്രേഷ്ഠമായ പദവിയെ അലങ്കരിച്ചുകൊണ്ട് അർജുന പത്നിയാകുമ്പോൾ യോഗമായാംശമായ ഭഗവതിക്ക് സുഭദ്ര എന്ന നാമം ഭക്തർക്ക് വേണ്ടതെല്ലാം നൽകി കാരുണ്യമുള്ളവളായിരിക്കുമ്പോൾ ഭക്തവത്സലയെന്നും നാമം. മഹേശ്വരി, ചാമുണ്ട, വരാഹി, നാരസിംഹിക. സൃഷ്ടിക്കു ശക്തിയായി ഭ്രാമിയും സ്ഥിതിക്കു ശക്തിയായി നാരായണിയും സംഹാരത്തിന് മഹാദേവശക്തിയായി മഹേശ്വരിയായും ദേവി അവതരിച്ചു. ചന്ദ്രശക്തി സമന്വിതയായ ദേവിയുടെ ശിരസിൽ വിളങ്ങുന്ന അർദ്ധചന്ദ്രകലയിൽ വിശ്വം മുഴുവനും ലയിച്ചിരിക്കുന്നു. ചണ്ഡമുണ്ഡന്മാരെ വധിച്ചതിനാൽ ചാമുണ്ഡി എന്നു നാമം. യമദേവ ശക്തിയെങ്കിലും ചാമുണ്ട സ്വതന്ത്ര ശക്തിയായാണ് വിളങ്ങുന്നത്. അതുകൊണ്ടു തന്നെ മറ്റു മാതൃക്കളെ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ചാമുണ്ടയെ സ്വതന്ത്രമായി ആരാധിക്കുന്നു. താമസിക രുദ്രയായ ചാമുണ്ഡി മറ്റു മാതൃഗണങ്ങളെ അപേക്ഷിച്ച് അതിരൗദ്രയെന്നും സാരം. ദേവി തന്നെ വരാഹമൂർത്തിയുടെ ശക്തിയായി വരാഹിയാകുമ്പോൾ നരസിംഹശക്തിയായി നരസിംഹികയായും മാറുന്നു. വജ്രാംഗി, വജ്രകങ്കാളി. വജ്രത്തോടുകൂടി സർവാംഗ മിന്നൽ തിളക്കത്തോടെ ശോഭിക്കുന്ന ദേവിയെ വജ്രാംഗി എന്ന് വിളിക്കുന്നു. മിന്നൽ പിണരുകൾ കുതിച്ചുയരുന്ന ശിരസോടെ ശോഭിക്കുന്നതാരോ വജ്രകങ്കാളി എന്നറിയപ്പെടുന്നു. പങ്കാളി ദേവിയെ അസ്ഥിപഞ്ചര രൂപയായി താന്ത്രിക കർമ്മ അനുഷ്ഠാനങ്ങളിൽ ധ്യാനിക്കുന്നു. ശരീരത്തിൽ
മാംസങ്ങളൊന്നുമില്ലാതെ അസ്ഥി മാത്രമായി സൂചിപ്പിക്കുന്നത് ജരാനരകൾക്കപ്പുറം കടന്നു നിൽക്കുന്ന ജീവൻ്റെ ശക്തിയെയാണ്. ദേഹത്തെ ശ്രദ്ധിക്കാതെ കങ്കാളം അഥവാ അസ്ഥികൂടം മാത്രമായി തീർന്ന് ധ്യാനയോഗങ്ങൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധി ചക്രസ്ഥയായ കങ്കാളമാലിനി ആരാധനകൾ പല യോഗാചാരങ്ങളും നിലനിന്നിരുന്നു. മധ്യപ്രദേശിലെ തിങ്വ എന്ന സ്ഥലത്ത് ശക്തിപീഠങ്ങളിൽ ഒന്നായി കരുതുന്ന പ്രസിദ്ധമായ ഒരു കങ്കാളി ക്ഷേത്രമുണ്ട്. വിഷ്ണു ഭഗവാന് പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ നവരാത്രി സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. കാളിയുടെ പ്രതിമ തല അല്പം ചരിഞ്ഞിരിക്കാറുണ്ട്. ഇത് കഴുത്തിലെ വിശുദ്ധി ചക്രത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്കുള്ള പരയുടെ പ്രയാണത്തെ സൂചിപ്പിക്കുന്ന ഒരു താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. മാനുഷിക ബോധത്തിൽ നിന്നും ഈശ്വരീയമായ ഉണർവിനെ ഇത് സൂചിപ്പിക്കുന്നു. നൃമുണ്ട സുഗ്രിണി ശിവ. വിശിഷ്യ എത്ര മാലകളുണ്ടായാലും അതൊന്നുമില്ലെങ്കിൽ പോലും ഒരു നരമുണ്ടമാല ദേവിയുടെ കഴുത്തിൽ സദാസമയം മാറാതെ തന്നെ ഉണ്ടാവും. അതിനാൽ കാളിയെ മുണ്ടമാലയില്ലാതെ കാണുകയില്ല എന്ന് സാരം. അത്തരം ചിത്രങ്ങളും അപൂർണമത്രേ. ഈ മുണ്ടമാലകൾ അതിബോധത്തിലേക്ക് കടന്ന് വിശാലമായ പ്രപഞ്ചാവബോധവുമായി ചേർന്ന മുക്ത പുരുഷന്മാരുടേതാണ്, അഥവാ ഭഗവതിയിൽ കൈവല്യമുക്തി നേടിയവരുടേതാണ്. അതിനാൽ ദേവി ശിവ എന്നറിയപ്പെടുന്നു. അതായത് ആനന്ദരൂപമായ ശിവബോധം എന്നത് പരമശിവയായ പര തന്നെയെന്നു സാരം. മാലിനി നരമുണ്ഡാളികള രക്തവിഭൂഷണ. മുണ്ടമാല ധരിച്ചിരിക്കുന്ന മാലിനീ ദേവി നരമുണ്ടത്തെ പിടിച്ചിരിക്കുന്നവളും ഭേദിച്ച ശിരസിൻ്റെ കഴുത്തിൽ നിന്നുമൊഴുകുന്ന രക്തത്താൽ വിഭൂഷിതയായിരിക്കുന്നവളുമാകുന്നു. രക്തചന്ദന സിക്താംഗി സിന്ധൂരാരുണമസ്തക. രക്തചന്ദനത്താൽ ശരീരമാകം മുഴുവൻ നനഞ്ഞിരിക്കുന്ന ദേവിയുടെ ശിരസ് ജ്ഞാനമാകുന്ന സൂര്യൻ്റെ പ്രഭയാൽ പ്രശോഭിക്കുന്നു. നമഃശിവായ. നമ പാർവതീപദേ. നന്ദികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി.